ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്യം രാധേശ്യം. ഹരേ നാരായണ ഹരേ നാരായണ, ഹരേ ഹരേ ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ട് എല്ലാവർക്കും ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരങ്ങൾ, അലങ്കാരം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പനെ ഇന്ന് കാണാനായിട്ട് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ ഭഗവാനെ കാണാനായിട്ട്, പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മളെങ്ങനെ യാത്ര തിരിക്കുകയാണ്, ഭഗവാന്റെ അടുത്തെത്താണ്, ആ ഗുരുഭവനപുരിയിലേക്ക് നമ്മൾ എത്താണല്ലേ. അങ്ങനെ നമ്മൾ എവിടെയാ? ചുറ്റമ്പലത്തിലെത്തുകയാണല്ലേ. അങ്ങനെ കൊടിമരത്തിന്റെ കീഴേ നമ്മൾ നിൽക്കുകയാണ്. ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മേലോട്ടൊക്കെ നോക്കുകയാണ്. ചുറ്റും ഒന്ന് കണ്ണോടിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ. അപ്പോ നമ്മൾ കാണുന്നു, എന്താ കാണുന്നത്? ആ കൊടിമരത്തിന്റെ കീഴേ കൂടെ നമ്മളിങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഭഗവാൻ അതാ, പൊന്നുണ്ണിക്കണ്ണൻ അതാ കൊടിമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. എന്ത് അത്ഭുതമാണല്ലേ! നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഊർന്നിറങ്ങുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ഗുരുവായൂർ കേശവന്റെ കൊമ്പ് വെച്ചിട്ടുണ്ട് അവിടെ. അവിടെ ആ കൊമ്പ് വെച്ച ഭാഗത്ത് അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും നോക്കിയാലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും, അവിടെ ചുറ്റമ്പലത്തിൽ എവിടെ നമ്മൾ നോക്കിയാലും അവിടെയൊക്കെ കണ്ണനെ കാണാം. നമ്മുടെ കൂടെ കൂടുന്നത് ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ കൂടുന്നതായിട്ട് നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കും. വെറുതെ ഒന്ന് ആ മഞ്ചാടി ഉരുളിയിലേക്ക് ഒന്ന് നോക്കി നോക്കിയേ, അപ്പൊ കാണാം അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മഞ്ചാടി വാരി വിതർന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം. എന്താ അത്ഭുതല്ലേ! എവിടെ നോക്കുമ്പോഴും ആ കണ്ണനെ മാത്രം കാണാൻ സാധിക്കുന്ന ഈ മഹാത്ഭുതം എവിടെയാണുള്ളത്? സാക്ഷാൽ ഗുരുഭവനപുരിയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ശ്രീലകത്തേക്ക് കടക്കുകയാണ്. ഭഗവാനെ കാണാനായിട്ട്, പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇന്നത്തെ ഭാവം എന്താണ്? ഉച്ചപൂജ അലങ്കാരം കഴിഞ്ഞിട്ട് കണ്ണനെ ഇങ്ങനെ നമ്മൾ എന്ത് ഭാവത്തിലാണ് കാണേണ്ടത്? നമ്മൾ എന്താണ് മനസ്സിൽ ചിന്തിച്ചത്? എന്താ ചിന്തിച്ചത്? ഞാൻ ചിന്തിച്ചത് വേറെ ഒന്നുമല്ല, പൊന്നോടക്കുഴൽ ഊതി നിൽക്കുന്ന, ആ തൃക്കാൽ പിണച്ചു വെച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്. അങ്ങനെയാണോ കണ്ണനെന്ന് നോക്കാം നമുക്ക്. കണ്ണൻ്റെ അടുത്തേക്ക് പോവാം. അതാ നമ്മൾ അങ്ങ് ചെല്ലുകയാണ്, ശ്രീലകത്തേക്ക് ഒന്ന് നോക്കുകയാണ്. കണ്ടോ അവിടെ? എന്താ കണ്ടത്? ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മൾ നോക്കി ചിരിച്ചു നിൽക്കുന്ന ഭാവമാണ്. പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ച് തൃക്കാൽ പിണച്ച് വെച്ചുകൊണ്ട് ഭഗവാൻ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ അതാ പൊന്നോടക്കുഴൽ വായിക്കുന്നുമുണ്ട്. ആ വേണുഗാനം എങ്ങനെ നമുക്ക് കേൾക്കാം. എല്ലായിടത്തും ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ വേണു ഊതുന്നതായിട്ട് നമ്മൾക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. എന്താ മനസ്സിലിങ്ങനെ കടന്നു പോവാണ്. ആ മനോഹരമായ വേണുഗാനം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ശ്രീലകത്ത് നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ ആ വേണുഗാനം ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മളെ ഇങ്ങനെ അടിമുടി തഴുകിക്കൊണ്ട് ആ വേണുഗാനം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ വേണുഗാനം ആരാ വായിക്കുന്നത്? സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണൻ ആ വേണു ഊതിക്കൊണ്ട് ഭഗവാനെ കാണാനായിട്ട് ഇന്നെത്തുന്ന എല്ലാവർക്കും ഭഗവാൻ ദർശനം കൊടുക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവർക്കും ദർശനപ്രിയനായിട്ട് തൻ്റെ ഭക്തരെ കാത്തു നിന്ന് അങ്ങനെ വേണു ഊതിക്കൊണ്ട് ഭഗവാൻ അതാ എന്ന് ശ്രീലകത്ത് നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് ഏൽക്കുന്ന, മനസ്സിന് തട്ടുന്ന, എത്ര പറഞ്ഞാലും തീരാത്ത കൊതിയാണ് ആ ഗുരുഭവനപുരിയിൽ എത്തുക എന്നത്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണ് എന്ന് ചോദിച്ചാൽ ആ തിരുനടയിലൊന്ന് നിൽക്കാൻ സാധിക്കുക. അതായിരിക്കും എല്ലാവരും എന്നോട് പറയുന്ന മറുപടി. എന്നും പോവാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ണനെ കാണണം. ആ മനസ്സ് മുഴുവൻ കണ്ണനിലേക്ക് എത്തുകയാണ്. അത്രയ്ക്കും പ്രിയപ്പെട്ടവനാണ് നമ്മുടെ കണ്ണൻ. നമ്മുടെ ഭഗവാൻ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ അത്രമാത്രം
തൻ്റെ ഭക്തരെ സ്നേഹത്തോടുകൂടി ആ ലാളിത്യത്തോടുകൂടി നമ്മളിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്. എന്ത് സങ്കടമുണ്ടോ കണ്ണനതറിയാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ അങ്ങനെ മുന്നോടൊക്കെ ഊതി നിൽക്കുന്നുണ്ടല്ലേ. നല്ല പൊന്നും കിരീടമൊക്കെ വെച്ച് ഉണ്ടമാല വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് അരമണിക്ക് ഇങ്ങനെ കാലത്തുള്ളൊക്കെ ഇട്ടുകൊണ്ട് തോൾവളകളും ചന്ദനക്കുറിയുമായിട്ട് പൊന്നോടക്കുഴൽ ഇങ്ങനെ ഊതിക്കൊണ്ട് തൃക്കാൽ പിണച്ചുകൊണ്ട് നിൽക്കുന്ന ആ നീലവർണ്ണനെ, ആ നീലമേഘത്തെ, ആ നീല നക്ഷത്രത്തെ, ഭഗവാനെ നമ്മൾ കാണാണല്ലേ. ആ നീലക്കണ്ണനെ കാണുമ്പോൾ, നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ, ആ പുഞ്ചിരിയിൽ എല്ലാം മറന്നു നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ആ സ്നേഹത്തിൽ നമ്മൾ മറന്നു പോവുകയാണല്ലേ. അങ്ങനെ ആ നീല വെളിച്ചം നമ്മൾ സ്വന്തമാക്കുന്നു. ഓരോരുത്തരുടെ കൂടെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, ആ പൊന്നുണ്ണിക്കണ്ണനെ ഓടിച്ചെന്ന് എടുക്കാനാണോ ആഗ്രഹിച്ചത്, നമ്മൾ എടുത്തു കഴിഞ്ഞു. മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. എല്ലാം കണ്ണനറിയാം. കണ്ണനറിയാത്തതായിട്ട് എന്താ ഉള്ളത്? തൻ്റെ വേദനകളും ദുഃഖങ്ങളും വേവലാതികളും ഒക്കെ കണ്ണനറിയാം. തൻ്റെ ഓരോ നിമിഷങ്ങൾ കടന്നു പോകുന്നതും തൻ്റെ ഓരോ ശ്വാസത്തിലും കണ്ണനുണ്ട് എന്ന് നമുക്കറിയാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം, ശാന്തി, സമാധാനം ഉണ്ടാവട്ടെ എന്ന് സദാസമയം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ ബെഡ് റിഡനൊക്കെ ആയിട്ട് ആശുപത്രികളിലും ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ട് ദുരിതമൊക്കെ അനുഭവിച്ച് വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ഒരുപാട് അമ്മമാരും സഹോദരങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ എന്താണ്? ഒരു നേരമെങ്കിലും കണ്ണൻ്റെ അടുത്ത് ആ ശീലത്തൊന്ന് എത്തി നിൽക്കാൻ, അവിടെയൊന്ന് ആ മണലിയൊന്ന്, ആ തൃപ്പടിയുടെ അവിടെയൊന്ന് ചവിട്ടി നിൽക്കാൻ, ആ ശീലത്തൊന്ന് നിൽക്കാൻ, എൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് ഒരു നോക്ക് കാണാൻ എനിക്ക് എന്നാണാവോ ഭാഗ്യം ഉണ്ടാവും? എന്നാണാവോ എനിക്ക് അങ്ങോട്ടൊന്ന് വരാൻ പറ്റുക? ഒരു നോക്ക് കണ്ടാൽ മതി എനിക്ക് എന്ന് കാത്തിരിക്കുന്ന എൻ്റെ വയ്യായൊക്കെ മാറട്ടെ, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ കണ്ണനെ കാണാൻ പോവാൻ എന്ന് കാതോർത്തിരിക്കുന്ന എത്രയോ അമ്മമാരും അച്ഛന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവരുടെ അസുഖമൊക്കെ മാറി എത്രയും പെട്ടെന്ന് എല്ലാം സൗഖ്യപ്പെടുത്തിക്കൊണ്ട് സുഖമാക്കിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട്, ആ പൊന്നുണ്ണിക്കണ്ണനെ ഒരു നോക്കി കാണാനായിട്ട് എല്ലാവരെയും പോലെ അവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. കണ്ണൻ അവരെ അടുത്തേക്ക് എന്നും എത്തുന്നുണ്ട് എന്ന് ഞാൻ പറയും. കണ്ണൻ ഇങ്ങനെ കഷ്ടതയും ദുരിതവും വേദനയൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എൻ്റെ കണ്ണാ എന്നൊന്ന് വിളിച്ചാൽ മതി. കണ്ണൻ അവിടെ ഉണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലല്ലേ കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും നേരിട്ട് ഭഗവാനെ കാണാൻ സാധിച്ചില്ല എല്ലാവർക്കും. അതുപോലെ തന്നെ എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ എവിടെ ഇരുന്നായാലും നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ കാണാനായിട്ട്, ഭഗവാനെ കാണാനായിട്ട് ശീലത്തെത്തിയിട്ട് അവിടെ നിന്നും കൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ ഇങ്ങനെ ഇത്രയും നല്ല മനോഹരമായ ദർശനമൊക്കെ കിട്ടി ഭഗവാന്റെ വേണു ഊതുന്ന വേണുഗാനം നമ്മളിലേക്കൊക്കെ ഇങ്ങനെ അലയടിക്കുന്നതായിട്ട്, നമ്മുടെ സങ്കടങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ അതാ എല്ലാ വിഷമങ്ങളും നമ്മളെ മാറ്റിക്കൊണ്ട് എത്ര സുന്ദരമാണല്ലേ ആ വേണുഗാനം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തൻ്റെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ തൻ്റെ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ തൻ്റെ ദുഃഖങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വര, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരി ഓം, ഹരി ഓം.